ഇനി ഡെസിമൽസ് നമ്മൾ മുമ്പ് അത് പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ. അതായത് ഒരു ഇങ്ങനെ 1/2 ആണെങ്കിൽ 1 ഇടുക, 2 ഇടുക, കുത്തിടുക, 0 ഇടുക, 5 ഇടുക, 10. അങ്ങനെയാണ് 0.5 ആയത്. അതേ ഉള്ളൂ. ഡേറ്റ എന്ന് പറയുന്ന രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ബാർ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പൈ ചാർട്ട്. ബാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയില്ല, കട്ട കട്ട പോലെ വരുന്നതിനാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. പൈ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് രീതിയിൽ കണക്കെടുത്ത് ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി മെൻസുറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മെഷർമെൻറ്റ്സിനെയാണ് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് എന്താ 2 × L+B, ഏരിയനെ L × B എന്ന് പറയും. ഈ സെയിം സാധനം സ്ക്വയറിൻ്റെ എന്താണ് ഏരിയ? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് L²ഉം പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × L ആണ് സ്ക്വയറിൻ്റെ കേസിൽ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 × ബേസ് × ഹൈറ്റ് ആണ്. ഒരു ട്രയാങ്കിൾ ഇതാണെങ്കിൽ ഈ ഒരു ബേസും ആ ബേസിലേക്ക് വരുന്ന ഈ ഒരു ഹൈറ്റുമാണ് വേണ്ടത്. ഇനി നമ്മൾ x+7 = 9, ഇതിനെയാണ് ഒരു ആൽജിബ്രൈക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ എക്സിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ആൽജിബ്രൈക് എക്സ്പ്രഷൻസ് എന്ന് പറയും. ഈ ആൽജിബ്രൈക് എക്സ്പ്രഷൻസിനകത്ത് ഒരേപോലെ ഇരിക്കുന്നതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒരേപോലെ ഇരിക്കുന്നതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റും. എസ് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും കൂടി ഇപ്പുറത്തിട്ടിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂയും കണ്ടുപിടിക്കാൻ പറ്റും. റേഷ്യോസ് എന്ന് പറയുന്നത് A:B, 2:3 എന്ന് പറയുന്നത് = 4:6. കാരണം എന്താ, 4ഉം 6ഉം സിംപ്ലിഫൈ ചെയ്താലും ഇത് കിട്ടും, നമുക്കങ്ങനെ എഴുതാം. ഇപ്പം A:B = C:D എന്ന് പറയുമ്പം A/B = C/D എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഏതെങ്കിലും ഒന്ന് എക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സിമെട്രി, 4 ലൈൻസ്. ഇതെന്ന് പറയുന്നത് ആംഗിളാണ്, ഇതിനെ നമുക്ക് ആംഗിളായിട്ട് പറയാം. സിമെട്രി എന്ന് പറയുന്നത് ഈ 4 ലൈൻസ് ഓഫ് സിമെട്രി വെച്ചിട്ടാണ് നമുക്ക് ഓരോന്ന് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും.